ഒരു ക്രൂരമായിട്ട് ഈ പെൺകുട്ടീനെ കണ്ണൊക്കെ കലിക്കുന്ന, അത് കണ്ണൊക്കെ അടിച്ച് കലക്കുന്ന ഇവനൊക്കെ എന്തൊരു ധൈര്യമാണ് ഈ പെൺകുട്ടിനോട് കാണിക്കുന്ന ധൈര്യം നോക്കണെങ്കിൽ. കണ്ണൊക്കെ അടിച്ച് കലക്കിക്കുകയാണ്. എന്തൊരു ധൈര്യമാണ് കണ്ണൊക്കെ അടിച്ച് ഒരു കലക്കുന്ന ഒരു കാഴ്ച. കണ്ണൊക്കെ അടിച്ചിട്ട് കലക്കിക്കുകയാണ്. ഈ പെണ്ണിൻ്റെ കണ്ണ് കലക്കി ചോന്തിക്കുക, ചോരക്കട്ടമായിട്ട് തലക്കൊക്കെ പെരുക്കി ഈ പെണ്ണ് 2 വട്ടം വീണിട്ട് ഈ പെൺകുട്ടി നീക്കാനും കൂടി കഴിയുന്നില്ല. അത്രക്കും അവൾക്ക് പ്രകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവൾക്ക് നീച്ചാനും കൂടി കഴിയുന്നില്ല. അവൾ അത്രക്കും പിന്നെ ക്ഷീണിച്ചു പോയി. അത്രക്കും അവള് ഒരു സുഖമില്ലാതാകുന്നു. അവൾക്ക് ജീവിക്കാനവിടെ കഴിയാത്ത കോലത്തിലായി മാറി. അവിടെ ഇതാണ് ഉണ്ടാകുന്നത്. ജീവിക്കാൻ കഴിയുന്നില്ല. എന്തൊരു കഷ്ടമാണ്. കഷ്ടത്തിലായി പോയി. നോക്കണം നിങ്ങൾ, കഷ്ടത്തിലായിട്ട് പോകുന്നു. അതെ, എന്തൊരു കഷ്ടമാണ്. നീക്കാനും കൂടി കഴിയാത്ത അത്രക്കും അവിടെ ശരീരം തകർന്നു പോയി. ആ പെൺകുട്ടി ശരീരം തകർന്നു പോയി. എടുത്തു കൊണ്ടുപോകാനും കൂടി ആളില്ലാത്ത കോലത്തിൽ ആ പെൺകുട്ടിനെ എത്തിച്ചു കഴിഞ്ഞ് കലക്കിക്കല്ലേ. കണ്ണടക്കം കലക്കി ഒരു ചോരക്കെട്ടാക്കി കലക്കിക്കുകയാണ് ആ പെൺകുട്ടിൻ്റെ. ആ തലക്കും ഒക്കെ അടി കിട്ടിക്കൊണ്ട് തല ഒന്നായിട്ട് നിലങ്ങി കിടക്കുന്ന. കാരണം ആ പെൺകുട്ടി ഒരു നാട്ടുകാരമായി ആ പെൺകുട്ടി സംസാരിക്കുന്ന ആ പെൺകുട്ടി വന്നിട്ട് ഓളെ നാട്ടുകാരൻ ഇങ്ങനെ ഉണ്ടാവുമോ ചെയ്യുന്നത്? ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഒരു പെൺകുട്ടിനെ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടാല് ഒരു അയ്യോ പാവെന്ന് ഒരു ചെക്കനുണ്ടാവണം. അവനൊക്കെ ചെയ്യാറുണ്ടാല് അവൻ്റെ കൈയിൻ്റെ ഉരുളിപ്പ്, ആ കൈ എടുക്കണം. ആ കൈ പൊന്താൻ പാടില്ല. അതാണ് ഓന് കൊടുക്കണ ശിക്ഷ. ഓൻ അവിടെ കൊണ്ടുപോയി പൂസമായി കേസെടുത്തിട്ട് കാര്യമില്ലല്ലോ, ഒന്നും കാര്യമില്ല. അപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞ ഇവൻ്റെ പേര് 2 കേസുണ്ട്, 2 കേസ് ഇവിടെ FIR ഉണ്ട് എന്ന് പറഞ്ഞ് ഈ പെൺകുട്ടി വേറെ കേസും കൊടുത്ത് അപ്പം ഇനി നോക്കേണ്ട കേസ് കൊടുത്തിരിക്കുകയാണ്. അതെ, അപ്പം ഇത്തരമുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അസൂയ വീഡിയോ ഇട്ട് തകർത്തുന്ന അവിടെ രസിയാക്കളാണെങ്കിലും ഉമ്മനെയാണെങ്കിലും തകർത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത്. അസൂയ വീഡിയോ ഇട്ടിട്ട് ആ വീട് ചോദ്യം ചെയ്യാൻ പോയപ്പോൾ കയ്യാട്ടം ചെയ്യുന്ന ഒരു രീതി. അവൾക്ക് തിരിച്ച് കൊടുക്കാനോ കൊണ്ടുപോരുന്ന കണ്ണടക്കം കലക്കിയിട്ട് പിന്നെ ചോരക്കട്ട വരെ അളകിക്കൊണ്ടാണ്, തലടക്കം പോന്നുകൊണ്ടാണ് വീണെടുക്കുന്നത് പോകുന്നത്. അത് ആ പെൺകുട്ടിക്കൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു കോളത്തിലേക്ക് എത്തി. അതാണ് ഇത്. ഇങ്ങനെ കോഴിക്കോട് ഭാഗത്താണ്. എന്തൊരു കഷ്ടമാണതൊക്കെ. അപ്പോൾ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് മർദ്ദിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്നിട്ട് രണ്ടാളും സംസാരിച്ച് അവസാനം ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് മർദ്ദിപ്പിക്കുന്ന ഇതൊരു രീതിയിലേക്ക് മാറി, കലാപത്തിലേക്ക് നേതൃത്വം കൊടുക്കുന്ന. അതാണ് ഞാൻ പറഞ്ഞത്, എപ്പോഴും പറഞ്ഞത് ഇതാണ്. എപ്പോഴും സർക്കാരിനെ കൈ ചൂണ്ടാനുള്ള കാരണം, സർക്കാരിൻ്റെ ഈ പിടിവാസി നമ്മുടെ കേരളത്തിനുണ്ട്. എന്താ അറിയോ? നമ്മുടെ കേരളം വടക്കാക്കുന്നത് മദ്യമാണ്. മദ്യത്തിൽ കൂടെയാണ് ഇന്ന് പോകുന്നത്. പെൺകുട്ടികളെ മദ്യം കുടിക്കുന്നു, ആൺകുട്ടികൾ മദ്യം കുടിക്കുന്നു. ഇതൊക്കെ മദ്യത്തിലേക്ക് ഈ പെൺകുട്ടി ചെന്നെത്തുന്നത് നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞത്, നമുക്കറിയാൻ കഴിഞ്ഞു അല്ലേ? മദ്യത്തിൽ കൂടെ. അതാണ് ഞാൻ പറഞ്ഞത്. മദ്യത്തിൽ കൂടെ പോണത് നമുക്ക് പോണത്. ഇവിടെ കണ്ടുപോയാ? അതെ, മദ്യത്തിൽ കൂടെ പോകുന്ന കാഴ്ചയാണ്.
ഞാൻ എത്രയോ പറഞ്ഞതാണ്, നമ്മുടെ സർക്കാർ മദ്യം കുടിപ്പിക്കുക തന്നെ ചെയ്യുന്നത്. ഞാൻ ഓരോ വിരൽ ചൂണ്ടി തന്നെയാണ് പറഞ്ഞത്. നമ്മുടെ സർക്കാർ മദ്യം കുടിപ്പിച്ച് പെൺകുട്ടികളും ആൺകുട്ടികളും കുടിപ്പിക്കുക തന്നെയാണ് നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ചെയ്തത്. ഇവിടെ എല്ലാ ബാറുകളും പൂട്ടിട്ട, ബീർ ലൈറ്റുകളും എല്ലാ ബാറുകളും നമ്മൾ പൂട്ടി. ഇന്ന് അതിന് വരെ ലൈസൻസ് കൊടുക്കുന്ന രീതിയിലേക്ക് ഇന്ന് നമ്മുടെ കേരളത്തിൽ നിന്ന് നിയമിച്ച സാധനമാണ് ഈ ഈ ഈ മയക്കമരുന്ന് വരെ നമ്മുടെ കേരളത്തിൽ എത്താൻ കാരണം. മയക്കമരുന്ന് നമ്മുടെ കുഞ്ഞു പെൺകുട്ടികളെ മയക്കുന്ന രീതിയിലേക്ക് ഈ മയക്കമരുന്ന് ഇവിടെ കേരളത്തിൽ എത്തി. അത് നമ്മുടെ മുഖ്യമന്ത്രിൻ്റെ വീഴ്ചയാണ്. നമ്മുടെ മുഖ്യമന്ത്രി തിരിഞ്ഞു നോക്കണില്ല, ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കണില്ല. ഇത്തരമുള്ള അലങ്ങാട്ടകൾ ഉണ്ടാകാൻ കാരണം ഈ ലഹരി, ഈ മയക്കം, ഈ പിന്നെ കള്ള് വന്നേരാ ലഹരി ഇവിടെ വകർന്നു വന്നിട്ടുണ്ട്. ഈ ലഹരി ഇവിടെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി കഞ്ചാവും അതിലേക്കൂടെയാണ് ഇന്ന് ചെക്കന്മാർ പുള്ള് ലഹരിൻ്റെ പൂമാലമായിട്ടാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലഹരിയിലേക്കാണ് ഇന്ന് കേരളം കത്തിക്കൊണ്ടിരിക്കുന്നത്. ലഹരി കഞ്ചാവും മയക്കമരുന്നും എംബിഎമ്മും ആൻസ് വരെ, ഫിൽട്ടർ വരെ, ഗോൾഡ് വരെ ഇത് നടക്കുന്നത്. അതെ, അപ്പോൾ പെൺകുട്ടികൾ ഇതുപോലെ വലിക്കുന്നതും, അതെ, കോളേജ് പെൺകുട്ടികളായ അവരും കൂടി ഇത് ഉപയോഗിക്കുന്നുണ്ട്. കോളേജ് വിദ്യാർത്ഥികളായ പെൺകുട്ടികൾ ഇതുവരെ ഈ കള്ള് കുടിക്കുന്നു. അവർക്ക് വരെ ഇതെന്താണെന്ന് മനസ്സിലാക്കാത്ത പെൺകുട്ടികൾ, ആൺകുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുന്ന പെൺകുട്ടികൾ വാങ്ങിക്കൊടുക്കുന്നുണ്ട്, ലഹരി വാങ്ങിക്കൊടുക്കുന്നുണ്ട്. ആൺകുട്ടികൾക്ക് നല്ല ആൺകുട്ടികളെ വടക്കാക്കുന്നു ഈ പെൺകുട്ടികളാണ്. നല്ല ആൺകുട്ടികളെ വടക്കാക്കുന്നു ഈ പെൺകുട്ടികളാണ് ചെയ്യുന്നത്. അതെ, നമുക്കറിയാം, കോളേജ് വിദ്യാർത്ഥികളായ പെൺകുട്ടികളാണ് അധികം നല്ല ആൺകുട്ടികളെ വടക്കാക്കുന്നത്. പള്ളിയിൽ പോകുന്ന നല്ല ആൺകുട്ടികളുണ്ടാവും, നിസ്കരിക്കുന്ന നല്ല ആൺകുട്ടികൾ, എൻ്റെ പോലത്തെ നല്ല ആൺകുട്ടികളെ വരെ വടക്കാക്കുന്ന ഇതുപോലെ കോളേജ് വിദ്യാർത്ഥികളായ പെൺകുട്ടികൾ ലഹരിയും കള്ളും ബാഗിൽ കൊണ്ടുവെക്കുന്ന, ബാഗിൽ വെക്കുന്ന, അതിൽ ബാഗിൽ സൂക്ഷിക്കുന്ന, അതിൽ പെൺകുട്ടി ബാഗിൽ സൂക്ഷിക്കുന്ന ആൺകുട്ടിക്ക് കൊടുക്കാൻ വേണ്ടി അതിൽ കഞ്ചാവ്, മയക്കമരുന്ന്, എംബിഎം, ഫിൽട്ടർ, ഗോൾഡ്, ആൻസ് ഇതെല്ലാം കൊടുത്ത് പെൺകുട്ടിൻ്റെ വരയ്ക്ക് എത്തിക്കാൻ ആൺകുട്ടിനെ കയ്യും പോലെ സഹായിക്കുന്നുണ്ട്. അത് ആ പെൺകുട്ടിൻ്റെ പിടുക്കമാണ് ഇതെല്ലാം നടക്കുന്നത്. അത് കയ്യും കെട്ടി നോക്കിയിരിക്കാൻ പറ്റില്ല. ഇത് നമ്മൾ പോരാട് തന്നെ ചെയ്യും. അതെ, ഇത് നമ്മൾ പോരാടിനോട്ട് തന്നെ പോരാടും. നമ്മൾ ഇത്തരമുള്ള കാര്യമൊന്നും നമ്മൾ വെച്ച് കൊടുത്താൻ പറ്റൂല. അത് ശക്തമായി നമ്മൾ നീക്കം ചെയ്യും. സർക്കാർ ഇവിടെ കള്ള് കൊടുക്കുമ്പോൾ ഇന്ന് കേരളത്തിൽ എവിടെ നിന്നെങ്കിലും വരുന്നത് അധികം ബംഗാളിക്കാരാണ്. ഇതധികം ആൻസിൻ്റെ പാക്കറ്റ് ഓരോ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. ബംഗാളിക്കാർ ഓരോ നാട്ടിൽ നിന്ന് കൊണ്ടുവരിക ആൻസിൻ്റെ പാക്കറ്റ്. അത് നമ്മുടെ കേരളത്തിൽ നമ്മുടെ വിദ്യാർത്ഥികളായ ഓർക്ക് ഓല വടക്കാക്കുക, വാങ്ങിക്കൊടുക്കുന്നുണ്ട്. ഒറ്റിട്ട് ഓല വടക്കാക്കുന്ന പരിപാടിയാണ്. സർക്കാരിൻ്റെ മറ്റൊരു
അപ്പോൾ ഞാൻ പറഞ്ഞാറി ഇപ്പോൾ പെൺകുട്ടികളെ തലക്കടിച്ച് കൊല്ലുക, പിന്നെ തല അടിച്ച് പൊട്ടിക്കുക, അല്ലെങ്കിൽ കള്ളും കുപ്പിയോടെ തലക്കടിച്ച് കൊല്ലുക, ഇതൊക്കെയാ കാരണം. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാരണം കള്ളാണ്. കള്ള് കുടിച്ചിട്ട് ബോധമില്ലാതായി ആ കുപ്പി കൊണ്ട് പെൺകുട്ടിയെ തലക്കടിക്കുക. വീട്ടിലേക്ക് കയറി വരുമ്പോൾ വാതിൽ തുറന്നുകൊണ്ട് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ആ കള്ളുകുപ്പി കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ്. അതിപ്പോൾ ആ പെൺകുട്ടിയുടെ ഉമ്മനെ ആണെങ്കിലും മോളെ ആണെങ്കിലും അടിച്ചു കൊല്ലുന്ന കാരണം ഈ കള്ളാണ് ഇതിനെല്ലാം ഉണ്ടാകുന്നത്. ഒരു കള്ള് കുടിച്ച് കഴിഞ്ഞാൽ ഒരു വീട്ടിൽ കുട്ടിൻ്റെ വാപ്പ കള്ള് കുടിച്ചാൽ ഉണ്ടാകുന്നത് ആ പെൺകുട്ടിക്ക് ഇത് അറിയില്ല. ചിലപ്പോൾ പെൺകുട്ടി ചിലപ്പോൾ കള്ളും കുപ്പി ഉണ്ടെന്ന് പെൺകുട്ടി കാണില്ല. അപ്പോൾ വരുന്ന സമയത്ത് ആ കള്ളും കുപ്പിയോടൊന്നാണ് തലക്കടിച്ച് കൊലപ്പെടുത്തുന്ന ഇതിലേക്ക് മാറുന്ന അങ്ങനെയുള്ള കുട്ടികളെ വാപ്പന്മാരുണ്ട്. ഇന്ന് രണ്ടെണ്ണം പോയി അടിച്ചു വരണം, കിട്ടുന്ന കാശ് കൊണ്ടുപോയി കള്ള് സാപ്പ് കൊടുക്കുക. അതിനാണ് നമ്മുടെ സർക്കാർ കള്ള് വാങ്ങിച്ചെടുക്കുന്നത്. നമ്മുടെ സർക്കാർ കള്ള് വാങ്ങിച്ചെടുക്കുന്നതും കള്ളിന് വേണ്ടി കാശുണ്ടാക്കുന്നതും ആ പണം കൊണ്ടാണ് അവർ ഇന്നിവിടെ പിന്നെ കതർ കുപ്പായം വടി പോലെ കുപ്പായിട്ട് ഇരിക്കുന്നത്. വടി പോലെ വടി പോലെ കുപ്പായിട്ട് കുന്തെടുക്കുന്ന കുപ്പായുണ്ടല്ലോ, വടി പോലെ ഇരിക്കുന്ന കുപ്പായം ആ ഇട്ടെടുക്കുന്ന മന്ത്രിമാരാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പം അത് പറയാക്കാൻ പറ്റില്ല. പക്ഷേ വടി പോലെ കുപ്പായിട്ട് നീലമുക്കി കുപ്പായിട്ട് വടി പോലെ കുന്ത നിൽക്കുന്ന വടിയിട്ട കുപ്പായിട്ട് അരി, അതെ റബ്ബർ കൊട്ടിൻ്റെ കുപ്പായിട്ടാണ് നിൽക്കുന്നത് മന്ത്രിമാർ ഇപ്പിട്ടെടുക്കുന്നത്. അതൊക്കെ ഈ കായ് കൊണ്ട് കള്ള് വാങ്ങി ഈ കള്ളിൻ്റെ പൈസ വിറ്റിക്കൊണ്ട് വാങ്ങുന്ന നമ്മുടെ പാവപ്പെട്ടവരെ കുടിപ്പിച്ച് പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മന്ത്രിമാരാണ് ഇന്ന് നമുക്ക് ഈ കേരളത്തിൽ കാണാൻ കഴിയുന്നത്. അല്ലാതെ അവർക്ക് കൊടുന്ന അപ്പോൾ ആളുകൾ കുടിച്ചു പോട്ടെ, ആളുകൾ മരിക്കട്ടെ, അപ്പം മറസംഖ്യ കുറയട്ടെ എന്നാണ്. മറസംഖ്യ കുറയട്ടെ, ഇനിയും മരിക്കട്ടെ ആളുകൾ മരിക്കട്ടെ. അപ്പോൾ നമ്മളെ കേരളത്തിൽ ആളുകൾ മരിക്കണം, ആളുകൾ മറസംഖ്യ ആളുകൾ കൂടി മരിക്കട്ടെ, ഇനി മരിക്കട്ടെ. അപ്പോൾ നമുക്ക് മറസംഖ്യ കുറക്കണം. അപ്പോൾ ഇവിടെ കേരളത്തിൽ എന്താവും? കേരളത്തിൽ കുറക്കുക, അതാണ്. കേരളത്തിൽ കൂട്ടിയല്ല കുറക്കുക. അപ്പോൾ സർക്കാർ അവിടെ കൊല്ലാനാണ് നമ്മൾ സർക്കാർ ചെയ്യുന്നത്. നമ്മൾ സർക്കാർ ചെയ്യുന്നത് കൊല്ലാൻ വേണ്ടിയാണ്. അപ്പോൾ മറസംഖ്യ കൂട്ടിയല്ല, മറസംഖ്യ കൂടിയാണ്. അപ്പോൾ മറസംഖ്യ കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയും ആളുകൾ മരിക്കട്ടെ, അപ്പോൾ മറസംഖ്യ ഇനിയും കുറയട്ടെ. അപ്പോൾ നമുക്ക് ഇനിയും കുറഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ആൾ മരിച്ചാൽ കുഴപ്പമില്ല, നമുക്ക് വീണ്ടും വളർന്നു വരുമല്ലോ. അപ്പോൾ ഇനി അവരും കൊല്ലാം എന്നാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഇന്നും എല്ലാവരും കുടിപ്പിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മുന്നിൽ നടക്കുന്ന ആരാ? ഇതിൻ്റെ മുന്നിൽ നടക്കുന്ന മന്ത്രിമാരാണ് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നതും. കഞ്ചാവും മയക്കബെറും MBMഉം ഇതെല്ലാം വാങ്ങിച്ച് കൊടുത്ത് ബോംബും തെരയും എല്ലാം ചെയ്യിപ്പിക്കുന്നത് മന്ത്രിമാർ എല്ലാം ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു വീട്ടിലെ കുട്ടീൻ്റെ വാപ്പ വീട്ടിൽ പോയി കള്ള് കുടിച്ച്, അപ്പോൾ ആ പെൺകുട്ടിക്ക് ശരിക്ക് വീട്ടിൽ ഉറങ്ങാൻ കഴിയില്ല. ഒരു +2 പഠിക്കുന്ന പെൺകുട്ടിക്ക് ആ ഉപ്പൻ്റെ റൂമിൽ അല്ലെങ്കിൽ ആ ഉപ്പൻ്റെ അടുത്തേക്ക് പോയി സംസാരിക്കാനോ പറ്റാത്ത കോളത്തിൽ ആ പെൺകുട്ടി എത്തിപ്പെട്ടിട്ടുണ്ട്. ബാപ്പാനെ വിളിക്കാൻ കഴിയാത്ത ഉപ്പമാരുണ്ട്. അന്ന് മനസ്സിലാക്കണം നിങ്ങൾ. കള്ള് കുടിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ പെൺകുട്ടികൾക്ക് ബാപ്പാനോട് സംസാരിക്കാൻ പറ്റുക? ഇല്ല, പേടിയേക്കാരം. ഇവിടെ കുറച്ച് മുന്നേ കണ്ടില്ലേ, കുറച്ച് മുന്നേ കള്ള് കുടിച്ചുകൊണ്ട് വന്നിട്ട് നല്ല മൂക്കട്ടം കുടിച്ചിട്ട് അവസാനം ആ കുപ്പി കൊണ്ട് മോള് ബാപ്പാനെ വിളിച്ചിട്ട് ആ കുപ്പി കൊണ്ട് ഒറ്റ അടി തലക്കി കൊടുത്ത് ചോര കിടന്ന് ആ പെൺകുട്ടി അവിടെ കിടന്ന് മരിച്ചിരിക്കുകയാണ്. അതെന്താ? കള്ളിൻ്റെ കുപ്പി എടുത്തുകൊണ്ട് തലക്കടിച്ച് കൊല്ലുന്ന കുട്ടികളെ വാപ്പന്മാർ ഇന്നും നമ്മൾ കാണുന്നുണ്ട്. അതെ, വാപ്പന്മാരെ വിശ്വസിക്കാൻ പറ്റില്ല. നല്ല വാപ്പന്മാരുണ്ടാവും, കള്ള് കുടിക്കാത്ത വാപ്പന്മാർ. അതെ, അവരെ വിശ്വസിക്കാൻ പറ്റുള്ളൂ. വാപ്പന്മാരുടെ അത് ഓരോ കിട്ടുന്നത് അല്ലെങ്കിൽ ഓരോ പെണ്ണുങ്ങൾക്ക് ഉണ്ടാകുന്ന അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന കരിങ്ങേറുകൾ ഇതാ അല്ലേ? മനസ്സിലാക്കണം നിങ്ങൾ. ഓരോ ഭർത്താക്കന്മാർക്ക് ഉണ്ടാകുന്ന ഓരോ പെണ്ണുങ്ങൾക്കുണ്ടാകുന്ന പീഡനങ്ങൾ ഉണ്ടാകുന്നത് കള്ളിട്ടടിക്കുക, തലക്കടിക്കുക, നാളെ പെണ്ണിനെ തലക്കടിച്ച് കൊല്ലുന്ന കാഴ്ചയാണ് ഇതൊക്കെ അല്ലേ? അപ്പോൾ കെട്ടിക്കൊണ്ട് വരുമ്പോൾ മനസ്സിലാക്കണം, ഓരോ പെണ്ണുങ്ങളെ കെട്ടിക്കൊണ്ട് വരുന്നത്. അപ്പോൾ ഇതുപോലെ കള്ളുടിയന്മാർ വന്നിട്ട് പെണ്ണുങ്ങളെ അടിച്ച് തല പൊട്ടിക്കുന്ന, തലക്കടിച്ച് കൊല്ലുക, ചോറൊന്നായിട്ട് ചോര തെറിച്ചുകൊണ്ട് മൂക്കുന്നും അത് തൊള്ളയുന്നും അത് കണ്ണുന്നൊക്കെ തെറിച്ച് ചവിട്ടുന്നൊക്കെ
ഇവിടെ നിന്നൊക്കെ ചോര ഒളിച്ചിട്ട് രസനായിട്ട് മുങ്ങിയിട്ട് ആ പെൺകുട്ടി മരിച്ചെടുക്കുന്നെന്താ? ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഓരോ ഭർത്താക്കന്മാരുടെ പീഡനങ്ങളേറ്റ് പെൺകുട്ടികൾ മരണപ്പെടുന്നത്. അതൊന്നും ഈ പെൺകുട്ടിൻ്റെ വീട്ടുകാരെ ഉമ്മ, പെൺകുട്ടിയുടെ ഉമ്മ ഉപ്പ ഇതൊന്നും അറിയണില്ല. പെൺകുട്ടിനെ നിക്കാഹ് കഴിപ്പിച്ച് കൊടുക്കുന്നത്, അല്ലെങ്കിൽ നിശ്ചയം കഴിഞ്ഞ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ പെണ്ണിനെ കെട്ടിക്കൊണ്ടുപോകുന്നത് ആ വീട്ടുകാരെ വീട് എങ്ങനെയാണ്, ആ വീട്ടുകാരെ കുടുംബം എങ്ങനെയാണെന്ന് മനസ്സിലാക്കണില്ല. അപ്പോൾ ഇതാണ് ആ ചെക്കൻ്റെ വീട്ടുകാരെ ഒരു അനുഭവമാകുമ്പോൾ ആ ചെക്കൻ്റെ വീട്ടുകാരും ആ ചെക്കൻ്റെ ഉപ്പും ആ ചെക്കൻ്റെ ഉമ്മയും വാപ്പിയും അനുഭവമാകുമ്പോൾ ആ ബന്ധത്തിൽ നിന്ന് 100% പിരിമാറുക. ആ ബന്ധം നടക്കൂലെങ്കിൽ നമ്മൾക്ക് വേറെ ബന്ധം വരും. നമ്മൾ കാത്തിരിക്കണം. എന്നാൽ ചെറിയ സ്ത്രീകൾ കാത്തിരിക്കാൻ കൂടി മടി കാണിക്കണം. കാത്തിരിക്കാൻ മടിച്ചാണ്. അവർക്ക് കാത്തിരിക്കണില്ല. അവർക്ക് ബാങ്ക് കെട്ടിച്ച് വേങ്ങട്ട് തന്നെ കെട്ടിക്കണം, വേങ്ങട്ട് എല്ലാം ഇങ്ങോട്ട് അപ്പനാണ് ചാടണം. അവ തോടിയിൽ രണ്ടും തോടിയിൽ കാലിടണം എന്നാണ് ചെറിയ സ്ത്രീകൾ തോണി പരിപാടിയാണ്. തോടിയിൽ കാലിടണം, അപ്പത്തിനാണ്ട് കാല് തോണിയിടണം എന്നാണ്. അപ്പം തന്നെ വേഗം നടക്കണം, അപ്പം തന്നെ വേഗം ശരിയാക്കണം. അപ്പം തന്നെ ഇത് എവിടുന്ന് കിട്ടിയത്? എവിടുത്തെ ചെക്കനാണ്? നല്ല ചെക്കനാണോ? ഈ ചെക്കൻ നല്ലതാണോ നോക്കണം. ഇപ്പം നോക്കി മലപ്പുറത്ത് ഭാഗത്ത് ഒരു ചങ്ങായി ഒരു പെണ്ണിൻ്റെ പെരക്ക് വേണ്ടി വെടി ഉതിർത്തിയത്. ആ പെണ്ണിനെ നേരെ ഉതിർത്തിയത്. ആ പെണ്ണിനോട് അസഹ്യമായി വിളിച്ചിറങ്ങി വീട്ടുകാരും അവരുടെ ഉപ്പനും ഉമ്മനെയൊക്കെ അസഹ്യമായി. ആ വീട്ടുകാരായതുകൊണ്ട് എന്തായി? ആ ബന്ധം പിരിമടിച്ച്, ആ ബന്ധം നിശ്ചയിച്ച് ഒപ്പിച്ച് ബന്ധം അതിന് പിരിമാറി. അത് അവിടെ നല്ല തീരുമാനമാണ്. അത് അങ്ങനെ ആകണം. നല്ല തീരുമാനമാണ്. നിശ്ചയിച്ച് ഉറപ്പിച്ച ബന്ധം അതിന് പിരിമാറുന്നു. ഈ ചെക്കൻ്റെ സ്വഭാവങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി. എന്നിട്ട് ആ ചെങ്ങായി എന്ത് കാട്ടി? ഈ പെണ്ണിൻ്റെ വീടിന് വേണ്ടി വെടി വരുത്തുന്ന കാഴ്ച ജനാച്ചില്ല് പൊട്ടിയത് നമ്മൾ കണ്ടതാ വീഡിയോ. ജനാച്ചില്ല് പൊട്ടിച്ച് ജനാച്ചില്ല് ഓട്ട എടുക്കുന്ന അതെ ഇത്ര കാര്യങ്ങളൊക്കെ അസൂയ വീഡിയോയിൽ ഉയർത്തുന്ന ഇവർക്കൊന്നും പെണ്ണ് കൊടുക്കാൻ പാടില്ല. അതെ എന്നിട്ടും രക്ഷിതാക്കൾ കലിപ്പിച്ച് വിട്ടി പിടിച്ച് കൊണ്ടുപോയി കൊടുത്ത് ആ പെൺകുട്ടിക്ക് നല്ല ജീവനം കിട്ടട്ടെ, നല്ലൊരു കുടുംബം കിട്ടട്ടെ. ഇതുവരെ പെൺകുട്ടികൾക്ക് നല്ല ജീവൻ കിട്ടിയില്ല. ഇതുവരെ പെൺകുട്ടികൾക്ക് കിട്ടിയത് പുള്ളി കയറുമിലും അതാ ജനാലക്കമ്പിമിലൊക്കെയാണ് പെൺകുട്ടികൾ തൂങ്ങിപ്പോണത്. ഈ തൂങ്ങിപ്പോവല്ലേ എണ്ണം ഇവിടെ കുറയല്ലാതെ മറസംഖ്യ ഇവിടെ കുറയല്ലാതെ ആളുകൾ മരിച്ചു പോവുകയാണ്. അത് മനസ്സിലാക്കണം. അപ്പോൾ ഇത് ആളുകൾ പെട്ടെന്ന് മരിക്കുന്നത് കാരണം ഇതുപോലത്തെ കാരണങ്ങളാണ്ടാണത്. ഇന്ന് നമ്മളറിയോ? അപ്പോൾ അറിയാത്ത ആളുകളെ പിടിച്ച് കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഇതുപോലെ ലോക്കർമാരൊക്കെ എവിടെന്നെങ്കിലും പിടിച്ച് കൊണ്ടുവരുന്ന ലോക്കർമാർക്ക് പിന്നെ പൈസ കിട്ടാൻ വേണ്ടി പൈസക്ക് വേണ്ടി ലോക്കർമാർ നടക്കും. പൈസക്ക് വേണ്ടിയാണ് ലോക്കർമാരുടെ ആ ഒരു പരിപാടി. പൈസയാണ് ലോക്കർമാർക്ക് വേണ്ടത്. പൈസ ഇല്ലാതെ ലോക്കർമാരെ അണ്ണാക്കിൽ പോവില്ല. പൈസയാണ് അവിടെ അണ്ണാക്കിൽ കൂടെ വേണ്ടത്. അപ്പോൾ അത് കുത്തി കയറ്റണം. അണ്ണാക്കിൽ കൂടെ വയറ് നിറച്ച് കുത്തി കയറ്റണം. ഓരോ കല്യാണ ലോക്കർമാർക്ക് വയറ് നിറച്ച് കുത്തി കയറ്റാൻ വേണ്ടിയാണ് അവർ നടക്കുന്നത്. അവർ നമ്മളെ നന്നാക്കാൻ വേണ്ടിയല്ല. അവർ ഏതെങ്കിലും കിട്ടിയാൽ ഇറക്കടില്ല. ഇനി നമ്മുടെ കാര്യം നോക്കിയാൽ മതി. ഇനി ഓലാകട്ടെ, ഇനി ആ പെരക്കാരാകട്ടെ, ഇനി ആ പെണ്ണിൻ്റെ വീട്ടുകാരും ചെക്കൻ്റെ വീട്ടുകാരും ആകട്ടെ, നമ്മളെ തടി ഊരാന്ന്. അതാണ് കല്യാണക്കാരെ വിചാരിക്കരുത്. ഓൻ്റെ കാര്യം കഴിഞ്ഞ് പിന്നെ ഇല്ല. ഓൻ പൈസ വാങ്ങി പോയി. ഇനി അറിയില്ല, അറിയില്ല. അപ്പോൾ ഇതാണ്. അപ്പോൾ കുടുങ്ങുമ്പോഴാണ് മനസ്സിലാവുള്ളൂ. തലക്ക് കിട്ടുമ്പോൾ അടി കിട്ടുമ്പോൾ നടനെ കിട്ടുമ്പോൾ മനസ്സിലാവും. എന്നിട്ട് അടിച്ച ആൾക്കാരുണ്ടാവും, കള്ള് കുടിച്ച ആൾക്കാരുണ്ടാവും, കഞ്ചാവ് പഠിച്ച ആൾക്കാരുണ്ടാവും. നാളെ ഈ പെണ്ണിനാണ്ട് തീർക്കാൻ വിചാരിച്ചാലോ തീർക്കും, കൊല്ലും, ശ്വാസം മുട്ടിച്ച് കൊല്ലും. അല്ലെങ്കിൽ പിന്നെ കയറ് കെട്ടിക്കൊണ്ട് മുറുക്കി കൊല്ലും, ഒക്കെ കൊല്ലും. അതാണ് ഞാൻ പറഞ്ഞത്. കയറ് കെട്ടി കൊല്ലുന്നത്, മുറുക്കി കൊല്ലുന്നത്, ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നത്. എന്നാലും നമ്മൾ കണ്ടില്ലേ ഒരു പെൺകുട്ടിനെ ഓടിച്ചിട്ടുകൊണ്ട് അടിക്കുന്നത്, കൗത്ത് പിടിച്ചുകൊണ്ട് നെക്കി കൊല്ലുന്ന വെറ്റുകൊണ്ട് നമ്മൾ അരി കെട്ടുന്ന ബെൽറ്റ് എടുത്തുകൊണ്ട് കൗത്തിൽ കെട്ടി മുറുക്കുന്നത് ഇത് നമ്മൾ കണ്ടില്ലേ. അപ്പോൾ ഇതെന്താ? ഇത് നമ്മുടെ പീടിയിൽ വാഴക്ക തൂക്കിടാൻ മാറി തൂക്കിയാണ്. അപ്പോൾ വാഴക്കയ്ക്ക് കൗത്തിന് കയറുന്നതാണ് കൊണ്ടുപോയി മനസ്സിനെ കൊണ്ടുപോയി കൗത്തിനെ കൊണ്ടുപോയി ബെൽറ്റ് ഇട്ടുകൊണ്ട് മുറുക്കുന്ന ഒരു കാഴ്ച അല്ലേ. അപ്പോൾ ഇത് മനുഷ്യന്മാരെ കൊണ്ടുപോയി കൊല്ലാൻ പാടുണ്ടോ? ഇല്ല. അപ്പോൾ ഇത് എന്താ പറയുക? അവർക്ക് തോണിയാണ്, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക, അവരെ കൊണ്ട്
ചെയ്യാൻ തോന്നുന്നു. അവർക്കിത് അവരെന്തിനാ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടാവും. പറഞ്ഞ ഡഹരിയിൽ പോയി കഴിഞ്ഞാൽ പെൺകുട്ടിൻ്റെ വീട്ടുകാർ വിചാരിച്ച കാര്യങ്ങൾ നടക്കൂല. അതെ, നല്ല ജീവിതം പെൺകുട്ടിക്ക് കിട്ടൂല. നാളെ പെൺകുട്ടിക്ക് കിട്ടാൻ പോകുന്നത് വെള്ള തുണിയിൽ ഉള്ള ഒരു കാഴ്ചയാണ്. വെള്ള തുണിയിൽ കിടക്കുന്ന അല്ലെങ്കിൽ വെള്ള തുണിയിൽ മരിച്ചെടുക്കുന്ന ഒരു കാഴ്ചമാവും. ശരിക്കും കിട്ടൂല. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ഇതുവരെ കിട്ടിയില്ല. ഇതുപോലെ എത്രയോ കല്യാണം കഴിഞ്ഞ് പോയിട്ടുണ്ട്. എത്ര കല്യാണം കഴിഞ്ഞ് പോയിട്ടൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ന്യൂസുകൾ കുറച്ച് കഴിഞ്ഞാൽ വരും. ഭർത്താവിൻ്റെ പെരുമാറ്റങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ കിട്ടും. ന്യൂസുകൾ വരും. ഇന്ന് ഒരുപാട് കല്യാണം കഴിഞ്ഞ് പോകുന്ന അധികം ആഡംബരമായ ആൾക്കാർ, ഇതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ന്യൂസുകൾ വരും. നമ്മുടെ ടി വിയിലും എനിക്ക് കിട്ടുമ്പോൾ എനിക്ക് ആദ്യം വരും ന്യൂസ് വരും. ആദ്യം എനിക്ക് ടി വിയിൽ വരുമ്പോൾ ന്യൂസ് കിട്ടുമ്പോൾ ആ ന്യൂസ് ഞാനും പറയും. അങ്ങനെ ന്യൂസ് കിട്ടുമ്പോൾ ഞാനും ആ ന്യൂസിലേക്ക് ഞാനും പോവും. അതെ, ഒരു ടി വിയിൽ ന്യൂസ് വരുന്ന, ഒരു മാധ്യമത്തിൽ വരുന്ന ന്യൂസ്, അല്ലെങ്കിൽ ഒരു മനോരമയിൽ വരുന്ന ന്യൂസ്, അല്ലെങ്കിൽ ഒരു ചൈനയിൽ വരുന്ന ന്യൂസ്, ഇത് നമുക്ക് കിട്ടും. അവർക്ക് കുറച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം അറിയും. അപ്പോൾ ഭർത്താവിൻ്റെ എല്ലാ സ്വഭാവങ്ങളും പെണ്ണുങ്ങൾ ടെനിച്ച് മനസ്സിലാക്കാൻ പോകുന്നുള്ളൂ. ഇപ്പോൾ മനസ്സിലാവില്ല. കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാകാൻ കല്യാണം കഴിഞ്ഞിട്ട് ആവില്ല. കുറച്ച് കഴിയുമ്പോൾ 1 മാസം 2 മാസമൊക്കെ പിടിക്കുമ്പോൾ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാവും. ഭർത്താവും പെണ്ണുങ്ങളും ഒറ്റയ്ക്ക് കയറും. അല്ലെങ്കിൽ ഭർത്താവ് അടിയിൽ കിടക്കും. അല്ലെങ്കിൽ പെണ്ണ് ഒറ്റയ്ക്ക് ഒരു കട്ടുമ്പോൾ പുറത്ത് കിടക്കുന്നു. അപ്പോൾ എന്താ വെച്ചാൽ രണ്ടാളും അടിച്ചു പിരിഞ്ഞ് ഭർത്താവ് കട്ടുമേലും പെണ്ണുങ്ങൾ താഴത്തും. അപ്പോൾ എന്താ വെച്ചപ്പോൾ രണ്ടാളും അടിച്ചു പിരിഞ്ഞ് ഇതരെ നല്ല ശരിക്ക് ആഡംബരമായി കഴിഞ്ഞ കൂടിയാ. ഇപ്പോൾ ഒറ്റടിക്ക് വീട്ടിൽ രണ്ടാളും പാമ്പും കീരിയായി എടുക്കുന്നു. പാമ്പും കീരിയായിയാണ് ഇപ്പോൾ. ഭർത്താവ് ഇപ്പോൾ കട്ടുമ്പോൾ കിടക്കുന്നു, പെണ്ണുങ്ങൾ താഴത്തും കിടക്കുന്നു. അപ്പോൾ പാമ്പും കീരിയായി മാറുകയാണ് ഇന്ന്. അപ്പോൾ പാമ്പും കീരിയാണ്. അങ്ങനെയാണോ ഉണ്ടാവും? പാമ്പും കീരിയായില്ലേ? അപ്പോൾ പാമ്പും കീരിൻ്റെ അതേമാതിരി ആയിപ്പോൾ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞു കൊണ്ടൊരു കാരണം. അപ്പോൾ ഇപ്പോൾ ഒരു മൂർഖപ്പാമ്പ് കടിച്ചാൽ ഉണ്ടാവും. അപ്പോൾ മൂർഖനും അപ്പോൾ പിന്നെ ഈ പറഞ്ഞ പെരുമ്പാമ്പും കൂടി രണ്ടും കൂടി കുടിച്ച് അപ്പോൾ ആരാണ് വിസറക്കുക? അപ്പോൾ പെരുമ്പാമ്പിൻ്റെ വിഷമാണ് ആ മൂർഖനെ കൊണ്ടത്. അതെ, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞു കൊണ്ടൊരു കാരണം. അപ്പോൾ ആ രീതിയിലേക്കാണ് അപ്പോൾ ഭർത്താവ് അവിടെ കട്ടുന്നു കിടക്കുന്നു, പെണ്ണുങ്ങൾ താഴത്തും കിടക്കുന്നു. അപ്പോൾ കീരും പാമ്പും കൂടി രണ്ടും കൂടി കീരും പാമ്പും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കൊളത്തി അവസാനം തമ്മിലടിച്ച് പിരിഞ്ഞ് പോയി. അതുപോലെ പെൺകുട്ടിയുടെ ഉമ്മ കൂട്ടിക്കൊണ്ടുപോലും, അതേപോലെ കാര്യം തീർക്കാൻ തീരുമാനിക്കലും, പെൺകുട്ടിയുടെ ഉമ്മയും വാപ്പയും പെൺകുട്ടിയുടെ വാപ്പ കാര്യം തീർക്കാൻ തീരുമാനിക്കലും, പെൺകുട്ടിയുടെ ഉമ്മയും കാര്യം തീർക്കാൻ തീരുമാനിക്കലും ഉണ്ടായി. അങ്ങനെയായി അടിച്ച് പിരിഞ്ഞ് ആ വണ്ട അങ്ങനെ പോയി. അങ്ങനെയായിട്ട് വീണ്ടും വേറെ കല്യാണം നിശ്ചയിക്കുന്നു. ഇത് പിന്നെയും അതുപോലെ തന്നെ വീണ്ടും ആ ചെക്കനെ തന്നെ കിട്ടുന്നു. വീണ്ടും പെടുന്നു. വീണ്ടും ആ പെൺകുട്ടി ജീവിച്ചാൽ ആ പെൺകുട്ടി പോയി തൂങ്ങുന്നു. ഇതാണ് പേനുമ്പോൾ പോയി തൂങ്ങുന്നു, സ്വിറ്റിട്ടുകൊണ്ട് പോയി തൂങ്ങുന്നു, കെട്ടി തൂങ്ങുന്നു, കയറ് കെട്ടി തൂങ്ങുന്നു, ജനാലമ്മ കെട്ടി തൂങ്ങുന്നു. ഇതൊക്കെ തന്നെയാണ്. ഇന്നാളുകൾ കുറച്ചും കൂടെ അടിച്ചേ ഒരു കുട്ടിൻ്റെ വാപ്പ നെല്ലിക്കൊമ്പം പോയി തൂങ്ങിയത്. ആ പെൺകുട്ടിനെ ഒറ്റക്കിട്ടുകൊണ്ട് ആ വാപ്പ പോയി ആ നെല്ലിക്കൊമ്പം പോയി തൂങ്ങി. അതെ, 100 പകനും 30 പാലും കൊടുത്ത് അവസാനം നെല്ലിക്കൊമ്പം പോയി തൂങ്ങുന്ന കാഴ്ച. ഒരു കൂലിപ്പണിക്ക് പോകുന്ന വാപ്പ മകളൊക്കെ കഷ്ടപ്പെട്ട് കെട്ടിച്ച് കൂലിപ്പണിക്ക് പോയി ഉണ്ടാക്കി വെച്ച് ഒരു കുട്ടി രണ്ടാളും കൂടി ഒന്നിച്ച് പൊയ്ക്കോട്ടെ എന്ന് ആ പെൺകുട്ടിയുടെ വാപ്പ ഒന്നിച്ച് പൊയ്ക്കോട്ടെ, നല്ലൊരു കുടുംബം മൂക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ചു വെച്ച് ആ വെച്ച് തിരുപ്പിലൊക്കെ ആ വിചാരിച്ച കാര്യങ്ങളൊക്കെ സ്വത്തം കണ്ട് അതെല്ലാം പറിച്ചു പോയി. വാപ്പ കയറും കെട്ടി അരിയിൽ നെല്ലിക്കൊമ്പ് പോയി തൂങ്ങലും ജീവൻ കൊണ്ടേ കളയലുണ്ടായി. അതാണ് ആ വാപ്പാക്ക് കിട്ടിയ ആ പെൺകുട്ടി കൊടുത്ത ഒരു സ്വർഗമാണ് തൊട്ടത്. ഇതാണ് ഞാൻ പറഞ്ഞത്. ആ പെൺകുട്ടിക്ക് കിട്ടിയത് ആ വാപ്പാൻ്റെ മയ്യത്താണ് ആ വീട്ടിലേക്ക് കയറിയത്, ആ കല്യാണ പേരേക്ക് എത്തിയത്. ഇത്തരമുള്ള കാര്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ആ മകരം കൊടുത്ത് ഇതുപോലെ ഉണ്ടാകുന്ന ഇത്തരമുള്ള കാര്യങ്ങളാണ് ഞാൻ ഓരോ വിഷയങ്ങളും എടുത്ത് തന്നെ പറയുന്നുണ്ട്. ആ എടുത്ത് പറഞ്ഞ് ആ കാര്യങ്ങൾ എടുത്ത് പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി കേൾക്കണം. നല്ല രസിയാക്കൾ കേട്ട് പഠിച്ചിട്ട് മനസ്സിലാക്കാനുണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് വ്യക്തമായിട്ട് നല്ല രസിയാക്കൾ കേട്ടിട്ട് മനസ്സിലാക്കിയിട്ട് വേണം എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ കമൻറ്റ് കൊടുക്കാൻ പറ്റുന്ന കമൻറ്റ് കൊടുക്കുക.
ലൈക്ക് കൊടുക്കാൻ പറ്റും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക, വെള്ളട്ട് ചെയ്യാൻ വെള്ളട്ട് അമർത്തുക. അതെ ഞാൻ പറഞ്ഞോ. അപ്പോൾ ഓരോ കുട്ടികളെ ബാപ്പമാര് കള്ള് കുടിച്ചിട്ട് വീട്ടിലുള്ള കുട്ടികളും മക്കളെയും ആക്രമിക്കുന്ന, അല്ലെങ്കിൽ വീട്ടിലുള്ള കത്തി എടുത്തുകൊണ്ട് ഇതെല്ലാം ചെയ്യേണ്ട. വീട്ടിലുള്ള കത്തി എടുത്തുകൊണ്ട് കത്തി അരയിൽ വെച്ചിക്കൊണ്ട്, കത്തി കടയിൽ പോയി വാങ്ങിയിട്ട് അരയിൽ വെച്ചിട്ട് പെൺകുട്ടിൻ്റെ പള്ളക്ക് കത്തി കയറ്റുന്ന, അല്ലെങ്കിൽ കെട്ടിയ പെണ്ണിൻ്റെ പള്ളക്ക് കത്തി കയറ്റുന്ന ഒരു കാഴ്ചയുമാവുന്ന ഇതൊക്കെ കുട്ടികളെ വാപ്പന്മാർക്ക് ഉണ്ട് എന്ന് നമുക്ക് ഇതെല്ലാം സർക്കാർ ചെയ്യിപ്പിക്കാനും അല്ല കള്ള് കൊടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഈ കുട്ടികളെ വാപ്പന്മാർ പോയി കുടിച്ചിട്ടും ബോധമില്ലാതെ വരുന്നതും, രാത്രിയാകുമ്പോൾ വാതിൽ മുട്ടുന്നു, ചവിട്ടി പൊട്ടിക്കുന്നു, തുറക്കടി അറിഞ്ഞിട്ട് ചവിട്ടുന്നതും, അടിച്ചു പൊട്ടിക്കലും ജനാലക്ക് അടിക്കലും ഇതെല്ലാം കാരണം. അപ്പോൾ എവിടെന്നെങ്കിലും കള്ള് കുടിച്ച് വന്നിട്ട് എവിടെയെങ്കിലും കടയിൽ എവിടെയെങ്കിലും കത്തി ഉണ്ടെങ്കിൽ ആ കത്തി പൈസക്ക് വാങ്ങിയിട്ട് അത് ആരെയെ തിരിയിട്ട് ആരെയാം എന്ത് ചെയ്യും? കെട്ടിയ പെണ്ണിൻ്റെ പള്ളക്ക് കത്തി കയറ്റുന്ന കാഴ്ചയാവും ഈ കുളത്തൂർ പോയ കള്ള് കുടിച്ചുകൊണ്ട് വരുന്ന അയാൾ ചെയ്യലാളെ മക്കളും കുട്ടികളും കൊന്നുകൊണ്ട് അയാൾ എന്താ ചെയ്യും? വേറെ കയറി കെട്ടിക്കൊണ്ട് ആൾ തൂങ്ങും. അങ്ങനെയാണ് അയാളെ ജീവിതം അങ്ങനെ പോണത്. അങ്ങനെയാണ് ജീവിതം അവസാനിപ്പിക്കുന്നത്. അതെ, ആ കുടുംബം അവസാനിപ്പിക്കുന്നത് അങ്ങനെയാണ്. ആ വീടിൽ നിന്ന് എല്ലാം നഷ്ടപ്പെടട്ടെ. അതെല്ലാം കാരണം എന്താ? ഇതെല്ലാം കള്ളാണ് നശിപ്പിക്കുന്നതും, കള്ളാണ് ആ കുടുംബം ഇല്ലാതാക്കുന്നതും. അത് മനസ്സിലാക്കണം. അതിനാണ് നമ്മൾ ശക്തമായിട്ട് സർക്കാരിനിട്ടുകൊണ്ട് നിർത്തി പൊരിക്കുന്നത്. അതെ, സർക്കാരിൻ്റെ ഈ തോന്നിയമാരിയാണ്, സർക്കാരിനെയാണ് നിർത്തി പൊരിക്കുന്നത്. സർക്കാരിനെയാണ് നിർത്തി പൊട്ടുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രിനെയാണ് നിർത്തി നമ്മൾ പൊളിക്കുന്നത്. ആ സർക്കാരാണല്ലോ കള്ള് കൊണ്ടുവന്നത്. നമ്മൾ എല്ലാ വാറും പൂട്ടി. നമ്മുടെ സർക്കാർ നമ്മുടെ അന്നത്തെ പുതിയ സർക്കാർ കൂടെ ആദ്യത്തെ സർക്കാർ വന്ന സമയത്ത് കള്ള് പൂട്ടി, ലഹരി എല്ലാം പൂട്ടി. അന്നിവിടെ എല്ലാ കുട്ടികൾക്കും നല്ല രീതിയിലേക്ക് നടന്നു പോകാനും നല്ല രീതിയിലേക്ക് വള്ളം കുടിച്ച് പോകാനും നല്ലൊരു സർക്കാരുണ്ട്. ആ സർക്കാരിൻ്റെ കാലഘട്ടം കഴിഞ്ഞാലെയാണ് ഇപ്പോൾ ഈ ജഡ്ജാല് വന്നേരാണ് എല്ലാ മുസീബത്തുകളും നമ്മുടെ കേരളത്തിൽ ചെക്കന്മാർക്കും ഉണ്ടാകാനും പെൺകുട്ടികൾക്കും ഉണ്ടാകുന്ന അക്രമങ്ങളും ബസ്സിയാക്കൾക്കും ഉണ്ടാകുന്ന അക്രമങ്ങളൊക്കെ ഉണ്ടായത് ഈ ദജ്ജാൽ ഇവിടെ വന്നേരുണ്ടായതാണ്. നമ്മുടെ കേരളത്തിൻ്റെ ദജ്ജാൽ ഇറങ്ങി വന്നേര ഉണ്ടായതാണ് ഈ കള്ളൊക്കെ ഇവിടെ കൂടി വന്നത്. ആളുകളുടെ ജീവങ്ങളാണ് ഇല്ലാതാകുന്നത്. റോട്ടിലും അതൊക്കെ കുടിച്ചിട്ടും, അതുപോലെ നമ്മൾ നടക്കുന്ന ഫുട്ബോൾ ഭാഗത്ത് കൂടെ അതിന് മേലെ കൂടെ കള്ളുടിയന്മാരുടെ ശല്യം നമുക്ക് കാണാം. സ്ത്രീകളെ നേരെ കൈ ഒന്തുന്ന, സ്ത്രീകളെ നേരെ ആക്രമിക്കുന്ന, ചെറിയ പെൺകുട്ടികളെ ആക്രമിക്കുന്ന ഒക്കെ നമ്മൾ ഓരോ വീടിൽ നമ്മൾ കാണുന്നുണ്ട്. അതാണ് ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ടത് കാരണം. അപ്പോൾ ഒരു കുട്ടിൻ്റെ വാപ്പ കള്ള് കുടിച്ച് കഴിഞ്ഞാൽ വീട്ടിലുള്ള മക്കളൊക്കെ അവർ പാരമാക്കി, അല്ലെങ്കിൽ വീട്ടിലുള്ള ഇനി സ്കൂൾക്ക് പോകണ്ട, ഇനി മോള് സ്കൂൾക്ക് പോകണ്ട പറഞ്ഞിട്ട് ആ യൂണിഫോമൊക്കെ കത്തിക്കുന്ന ഒരു കാഴ്ചയ്ക്ക് പോകണം. യൂണിഫോം തീയിട്ട് കത്തിക്കുന്ന, ഇനി പോകണ്ട വേഗം കത്തിക്കുന്ന, അങ്ങനെയൊക്കെ ആകുമ്പോൾ പെൺകുട്ടിക്ക് എന്താവും? ഈ പെൺകുട്ടിക്ക് പിന്നെ ആ മാസ്യത്തിലായി പോയി തൂങ്ങുന്നത്. അല്ലെങ്കിൽ ആ വാപ്പാൻ്റെ ഈ സ്വഭാവം കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. എല്ലാം കൊണ്ട് കത്തിക്കുക, കള്ള് കുടിക്കുക, എല്ലാം ചെയ്യിപ്പിക്കുകയാണ്. നമ്മളെ ചെയ്യിപ്പിക്കുന്ന ആരാ? കള്ളാണ്. കള്ള് നമ്മുടെ കേടെടുത്തുകയാണ്. കള്ള്, കഞ്ചാവ്, മയക്കമരുന്ന്, MDMA, ഫിൽറ്റർ, ആൻസ്, പാങ്കറാക്ക്, പാൽ മസാല, ഒട്ടേറെ സാധനമാണ് നമ്മളെ കേടെടുത്തുന്നത്. നമ്മളെ വടക്കാക്കുന്നത് കള്ളും സാധനങ്ങളാണ്. അതിലേക്കാണ് നമ്മൾ ജീവിച്ച നല്ലൊരു കുടുംബം പോകണം, നല്ലൊരു കുടുംബം പെണ്ണുങ്ങളും പിന്നെ ഭർത്താവും നല്ല രീതിയിൽ പോകണമെന്ന് വിചാരിക്കും. പക്ഷെ നമ്മളെ കേടുത്തുന്ന ആരാ? കള്ളാണ് നമ്മളെ ഏറ്റവും വടക്കാക്കുന്നത്. നമ്മുടെ ശരീരം വടക്കാക്കുന്നതും, നമുക്ക് രോഗം വരുന്നതും, നമ്മുടെ കിടുക കംപ്ലൈൻ്റ് ആകുന്നതും, ക്യാൻസർ വരുന്നതും ഒക്കെ നമ്മുടെ രോഗം വടക്കാക്കുന്നത് കള്ളാണ്. കള്ള്, ആൻസ്, പാങ്കറാക്ക്, പാൽ മസാല അടക്ക സാധനങ്ങളാണ് നമ്മുടെ ഉപയോഗിക്കുന്നത്, നമ്മളെ നഷ്ടപ്പെടുത്തുന്നത്, നമ്മുടെ കേടെടുത്തുന്നത്, നമ്മുടെ കേടെടുത്തി ഇരിക്കുന്നത്, നമ്മുടെ കേടുകൾ ഇല്ലാതാക്കുന്നത്, നമ്മുടെ ഇവിടുന്ന് ഇല്ലാതാക്കുന്നത് ഈ കള്ളാണ്. നമ്മളെ ജീവിക്കാൻ സമ്മതിക്കാത്ത കള്ളാണ്. നമ്മളെ നഷ്ടപ്പെടുത്തി നമ്മളെ കൊലക്ക് കൊണ്ടുപോയി കൊടുക്കുന്നത് കള്ളാണ്. അതാണ്. അതുപോലെ ഒരു പെൺകുട്ടി ഇഷ്ടപ്പെട്ട് ആ പെൺകുട്ടിക്ക് നല്ല ജീവിതം കിട്ടുമ്പോൾ ആ പെൺകുട്ടി വിചാരിച്ച് എനിക്ക് കിട്ടിയ ചെക്കൻ നല്ല ചെക്കനാണ്, ഞാൻ നിക്കാഹ് ആ പെൺകുട്ടി ചങ്ങായി നിക്കാഹ് കഴിച്ച് കൊടുത്ത്, അപ്പോൾ ഒക്കെ കെട്ടി കൊടുത്ത്, മകർ കെട്ടി കൊടുത്ത്
ഒക്കെ ചെയ്ത്. അപ്പോൾ ഒരു നിക്കാഹ് കഴിഞ്ഞ പെൺകുട്ടി ആകുമ്പോൾ ആ നഗർ കെട്ടി കൊടുത്ത് ഒക്കെ ആകുമ്പോൾ ഈ ചങ്ങായി ഈ പെൺകുട്ടി ഈ കാര്യം മനസ്സിലാക്കുന്നു. ഇവൻ കള്ളുടിയനാകുന്നു, ലഹരിയാകുന്നു. അവന് ആ പെൺകുട്ടി പിന്നെ അവനിട്ട് ഒഴിവാക്കി പോകണം. അത് നല്ല ആൾക്കാർ മനസ്സിലാക്കി ഒഴിഞ്ഞു പോകും. അതെ, ഒഴിഞ്ഞു പോകും, മനസ്സിലാക്കി ഒഴിഞ്ഞു പോകും. അപ്പോൾ ചിന്തിക്കാനുള്ള പെൺകുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്. അറിയാത്ത പെൺകുട്ടികൾക്ക് അറിയില്ല, പെട്ടുപോകും. ചിലപ്പോൾ മരണപ്പെടുന്നു, ചിലപ്പോൾ ഭർത്താവിൻ്റെ നൂടെ നിന്ന് മരണപ്പെടുന്നു, ഒക്കെ ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, കണ്ടതാണ്. അപ്പം നമ്മുടെ കേടുവരുത്തുന്നത് ഈ സാധനമാണ്. അതിനു വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഈ സാധനം സർക്കാരിനിട്ട് നമ്മൾ നിർത്തി പൊരിക്കുന്നത്. സർക്കാർ ഒന്നും തോന്നരുത്. സർക്കാരിനെ നിർത്തി പൊരിക്കാൻ കാരണം സർക്കാരിൻ്റെ കാട്ടിക്കൂട്ടലാണ് ഞാൻ ഇത് എല്ലാം ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത്. സർക്കാർ മനസ്സിലാക്കിയിട്ട് വേണം. സർക്കാർ ഇത്തരമുള്ള കാര്യങ്ങൾ സർക്കാർ വിട്ടുപിടി തയ്യാറാക്കണം. ഇത്തരമുള്ള കാര്യങ്ങൾ സർക്കാർ വിട്ടുപിടി തയ്യാറായാൽ മാത്രമാണ് നമ്മുടെ ഈ നാട് നിലനിൽക്കുകയുള്ളൂ. നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ജീവങ്ങളാണ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. അതെ, കല്യാണം കഴിഞ്ഞ പെൺകുട്ടികളെ കല്യാണം കഴിച്ച് പറഞ്ഞേക്കുന്ന വീട്ടിലുണ്ടാകുന്ന അക്രമം, വീട്ടിലേക്കുണ്ട അക്രമം, അല്ലെങ്കിൽ ആ പെണ്ണിൻ്റെ ഭർത്താവ് കള്ള് കുടിച്ചിട്ട് പാരരാത്രി 12 മണി 13 മണിക്ക് വീട്ടിൽ വന്ന് ആക്രമിക്കുന്ന, വീട് ചവിട്ടുന്ന, അത് കയ്യിൽ കത്തിയോ അല്ലെങ്കിൽ 1000 ഉണ്ടെങ്കിൽ തലക്കടിച്ചിയ, കൊലപ്പെടുത്തിയ. അപ്പോൾ കെട്ടിയ പെണ്ണിന് തന്നെ ഓൻ്റെ കൈകൊണ്ട് തന്നെ കത്തി കയറ്റി പള്ളക്ക് കയറ്റി ഇറക്കുന്ന, കൊലപ്പെടുത്തുന്ന, ഇതെല്ലാം രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. കല്യാണം പെണ്ണിനെ പറഞ്ഞേക്കുമ്പോൾ പെണ്ണിനെ നല്ല രീതിയിൽ നല്ല ചെക്കന്മാരുണ്ടെങ്കിൽ മാത്രം പെണ്ണിനെ കല്യാണം കഴിച്ച് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് രക്ഷിതാക്കൾ ചിന്തിക്കണം. ആ പെൺകുട്ടിയുടെ ഉമ്മ ബാപ്പ മനസ്സിലാക്കുക. ഇനി പെൺകുട്ടി മനസ്സിലാക്കണം, എനിക്ക് നല്ല ചെക്കനെ കിട്ടണം. എന്നെ കൃത പറയുന്ന, സ്നേഹം കാണിക്കുന്ന, റസാവ് കാണിക്കുന്ന, അതെ സ്നേഹിക്കുന്ന ചെക്കനെ മാത്രം, ആ ചെക്കൻ്റെ കൂടെ മാത്രം പോയിട്ട് കാര്യമുള്ളൂ. അല്ലാതെ ജീവൻ കൊണ്ടുപോയി കളഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് പെൺകുട്ടി മനസ്സിലാക്കണമെന്ന് ഞാൻ ആദ്യമായി പറയുക. ജീവൻ പോയി കഴിഞ്ഞാൽ തിരിച്ചു കിട്ടൂല എന്ന് ഞാൻ ആദ്യമേ പറയുക. അതുകൊണ്ട് ഓർത്തു വെക്കുക. ആ ഓർത്ത് വെച്ചിട്ട് വേണം, ആദ്യം ഓർക്കണം. ആദ്യം നിന്റെ ചെക്കൻ ആദ്യം ഓർത്ത് മനസ്സിലാക്കിയിട്ട് വേണം ഈ കല്യാണത്തിന് സമ്മതം ഉണ്ടായിട്ട് കാര്യമുള്ളൂ. അത് മനസ്സിലാക്കിയിട്ട് വേണം ഏതൊരു കാര്യം എടുക്കുന്ന തീരുമാനം പെൺകുട്ടി മനസ്സിലാക്കിയിട്ട് വേണം ആ കല്യാണത്തിന് ഇത് ശരിയാണോ, ഇത് നല്ല ചെക്കനാണെന്ന് ഉറപ്പിച്ചിട്ട് വേണം നിന്റെ കൗത്തിൽ മകർ അത് കെട്ടാൻ സമ്മതിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ കെട്ടാൻ സമ്മതിക്കരുത്. ഓക്കെ, അത് സമ്മതിക്കരുതെന്ന് പറയാം. ഓക്കെ, ഇനി ഇത് ആപത്തുണ്ടാണ്. ഞാൻ പറഞ്ഞതാ മാറി തന്നെ ഉണ്ടാവും. അതുകൊണ്ട് നിന്റെ കൗത്തിൽ കെട്ടാൻ വരുന്ന ചെക്കൻ, മകർ കെട്ടാൻ വരുന്നത് അത് എന്നെ തകർത്താൻ വേണ്ടി വരുന്നതാണോ എന്ന് മാത്രം നോക്കിയിട്ട് വേണം മകർ കൗത്തിൽ കെട്ടാൻ സമ്മതിക്കുള്ളൂ, കെട്ടിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ കെട്ടാൻ സമ്മതിക്കരുത്. അതെ, തൊള്ള മണക്കണം. തൊള്ള മണം ഉണ്ടെങ്കിൽ ഉറപ്പാണ് മോളെ കൈ വിട്ട് പോകും. തൊള്ളയാണ് നോക്കേണ്ടത്. തൊള്ള വാസന ഉണ്ടോ, ഫിൽറ്റർ വണക്കുന്നുണ്ടോ, വീഡിയോ വണക്കുന്നുണ്ടോ ഒക്കെ നോക്കണം. എന്നിട്ട് വേണം നിന്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ അവനാ. അല്ലെങ്കിൽ ആ വണ്ടത്തിന് പിന്മാറിക്കാളെ. ഓക്കെ, ഏതൊരു കല്യാണമൊക്കെ വലിച്ചു കൊണ്ടുവരുന്നതൊന്നും വിശ്വസിക്കണ്ട. അതുകൊണ്ട് മോളെ ഉപ്പാക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേ ഇതൊക്കെ കാര്യങ്ങൾ. അതെ, അവിടത്തിൽ പോയി ചാടേണ്ട. കൂലിപ്പണിക്കാരെ പോണ വാപ്പാണെങ്കിലും, അല്ല മോളെ ഉപ്പ കൂലിപ്പണിക്ക് പോകുന്നതാണെങ്കിലും, അധ്വാനിച്ചുണ്ടാക്കുന്ന വാപ്പയാണെങ്കിലും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം വാപ്പാക്ക് ആരും മോള് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് കൊടുക്കണം. കാരണം നിന്നെ കൗത്തിൽ കെട്ടാൻ വരുന്ന, മകർ കെട്ടാൻ വരുന്നത്, അതെ നിന്നെ ചോർത്ത് പിടിച്ച് കെട്ടാൻ വരുന്ന കാലാകാലം നിന്റെ കൗത്തിലേക്ക് മകർ കെട്ടി വരുന്നത് അത് മരണ വരെ ആ ഭർത്താവും ആ പെണ്ണുങ്ങളും ഒന്നിച്ചു പോകാനാണ്. മനസ്സിലായില്ലേ? കുടുംബം ഉണ്ടാകാൻ വേണ്ടിയാണ്. അത് തകർത്താക്കാൻ വേണ്ടി ആ ബന്ധം തകർത്താക്കാത്ത കോലം മോള് നോക്കണം. അതെ, കള്ള് മണക്കുന്നുണ്ടോ, ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നോക്കുക. അതെ, കാരണം ഉറങ്ങുമ്പോഴും കേൾക്കും. അതെ, അവരുടെ കാരണം കള്ള് മണക്കിട്ട് നോക്കണം. അതെ, കള്ള് മണക്കിട്ടുണ്ടാ നോക്കിയിട്ട് വേണം ചെയ്യാൻ. ആദ്യം ഈ മോള് ഉറങ്ങാൻ നിൽക്കണം. മോള് ഉറങ്ങാതെ ഇനി ഭർത്താവ് ഉറങ്ങിയാലും മോള് ഉറങ്ങരുത്. അതെ, ഭർത്താവിന് എന്താണ് പണി അത് നോക്കണം. ആദ്യം നോക്കിയിട്ട് വേണം നിന്റെ ഭർത്താവിന് എന്താണ് പണി, ഓനക്കെത്ര ഇത്ര പണി, ഉറങ്ങാതെ കിടക്കുന്നത് 12 മണി 11 മണി എന്താ ഓനക്കിവിടെ പണി നോക്കണം. അത് നോക്കിയേ വേണം എന്താണ് കൊണ്ടുവച്ചിട്ടുണ്ട്.
റൂമിൽ എന്താ കൊണ്ടുവച്ചിക്കണോ, കള്ളോ ലഹരിയോ മയക്കയറിനോ എംപിഎമ്മോ പീറ്ററോ ഇതൊക്കെ നോക്കിയിട്ട് വേണം ആ പണിക്ക് മോള് പോകാൻ പാടുള്ളൂ. അല്ലാതെ 2 കണ്ണ് വേണം ഭർത്താവിൻ്റെ ഭാഗത്ത്, 2 കണ്ണ് വേണം. ഭർത്താവിനെ സംസരിക്കണം മോള്. അതാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞൊരു യൂട്യൂബ് ബ്ലോഗർ ആയതുകൊണ്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് മനസ്സിലാക്കുക. ഓക്കെ, അത് ചിന്തിക്കുക, മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളിത് കാര്യം ചെയ്യാൻ. ഓക്കെ, കൈകാര്യം ചെയ്യാൻ. അല്ലെങ്കിൽ കൈ വിട്ടു പോകും. വീട്ടിൽ മോള് കിടക്കാൻ പോകുന്നത് മോളാ. ചോര രക്തത്തിൽ കുളിക്കേണ്ട ഗതികേട് അതിന് ആ ഭാഗത്തേക്ക് പോകരുത്. ഓക്കെ, അതിനാണ് പറഞ്ഞത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലഹരി ഉണ്ടാകുമ്പോൾ ജീവൻ പോവും. ലഹരിയാണ് നമ്മുടെ വടക്കാക്കുന്ന മോളെ. എൻ്റെ ഭർത്താവിനെ വടക്കാക്കുന്ന ലഹരിയാണ്. അത് ശ്രദ്ധിക്കുക.